കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് തീരുമാനമുണ്ടായത്. തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വിപിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. അതിനിടയിൽ കോൺഗ്രസിലുള്ള തർക്കം, അത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമായിക്കോട്ടെ, ഏറ്റവും ഒടുവിലുള്ള തരൂർ വിവാദമായിക്കോട്ടെ, ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. അതിലെ പ്രതിഷേധം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതുമാണ്. അതുകൊണ്ടും കാര്യമില്ല, നേരിട്ട് ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ലീഗ് പോവുകയാണോ വിപിൻ സി വിജയൻ? അതെ, മുൻപ് ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി അല്ലെങ്കിൽ ആരാണ് കേമൻ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിനെ കാണണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന് ഇപ്പോൾ ഒരു നേതൃയോഗത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗം നടന്നത്. അപ്പോൾ ഈ നേതൃയോഗത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള ഭിന്നത, ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തദ്ദേശ തിരഞ്ഞെടുപ്പിനെയും ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുമെന്നുള്ളത് ചില MLA-മാർ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിലെ കോൺഗ്രസിനെ അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ നീണ്ടുപോകട്ടെ എന്ന് ചില നേതാക്കളെങ്കിലും കോൺഗ്രസിൽ കരുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലീഗിൻ്റെ ഒരു പൊതുവികാരം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി, ഏറ്റവും സാധ്യത നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരം പടലപ്പിണക്കങ്ങളിലേക്ക് പോകുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ആദ്യം KC വേണുഗോപാലിനെ കാണുക, പിന്നീട് ഒരു തീയതി തീരുമാനിച്ച അല്ലെങ്കിൽ ഒരു തീയതി ലഭിച്ചതിന് ശേഷം പിന്നീട് ഹൈക്കമാൻഡുമായി ഒരു ചർച്ച എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. ഇതിനാണിപ്പോൾ നേതൃയോഗത്തിൽ ഒരു കൂട്ടായ തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പ്രശ്നം കഴിഞ്ഞപ്പോഴേക്കും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ UDFനകത്ത് ഒരു ഐക്യമില്ല എന്നുള്ളൊരു സന്ദേശം മാത്രം പുറത്തേക്ക് കൊടുക്കാനാണ് ഇത് ഉപകരിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് ലീഗിലുണ്ടാകുന്ന ഒരു വികാരം. ഒപ്പം LDFനെതിരെ ഓരോ ഘട്ടത്തിലും സമരവുമായി മുസ്ലിം ലീഗ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിനൊക്കെ വേണ്ടി ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് ഇത് കാണുന്നില്ല. അങ്ങനെ UDFനെ നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഐക്യം ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ വിമർശനത്തിന് പ്രധാനമായിട്ടുള്ള കാതൽ. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.